ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ഷൈൻ വണ്ടി നമ്മൾ സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നതാണ്. അപ്പോൾ ഇതുമ്പോൾ കിടക്കുന്ന പ്ലഗൊക്കെ പുതിയതാണ്. വണ്ടി കംപ്രഷൻ ഇല്ലാത്തതാണ് മെയിൻ കംപ്ലൈൻറ്റ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കൈ കൊണ്ട് അടിച്ച് കഴിഞ്ഞാൽ കിക്കർ പോകണുണ്ടോ, ഒട്ടും കംപ്രഷൻ ഇല്ലാണ്ടാണ് പോണേ. അപ്പോൾ എൻജിൻ ഹെഡിൻ്റെ ഭാഗം അഴിച്ചിട്ട് അത് ക്ലിയർ ചെയ്താലാണ് ബാക്കിയത്തെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുള്ളൂ. ഞാൻ കാർബറേറ്ററിൻ്റെ ഭാഗം ചെക്ക് ചെയ്തു. കാരണം ഞാൻ ഈ ചോക്ക് വർക്കിംഗ് അല്ല, ചോക്ക് സ്റ്റക്കാണ്. അപ്പോൾ അതെന്താ റീസൺ എന്ന് അറിയാൻ വേണ്ടി കാർബറേറ്റർ അഴിച്ചു നോക്കിയായിരുന്നു. ചോക്കിൻ്റെ ആ ചോക്ക് വാൽവ് തന്നെ ഭാഗമൊക്കെ സംഭവം ടൈറ്റായിട്ടാണ്, തുരുമ്പല്ല ക്ലാവ് പോലെ പിടിച്ച് ടൈറ്റായിട്ട് മൊത്തം ഒടിഞ്ഞൊക്കെ ഇരിക്കണം എൻ്റെ ഉള്ളിൽ. അപ്പോൾ അത് മാത്രമായിട്ട് കിട്ടുക ശരിക്കും മാറ്റി പുതിയത് ഇടേണ്ടി വരും. പിന്നെ സ്ലോ ജെറ്റ് ബ്ലോക്ക് ഉണ്ടായിരുന്നു. ജെറ്റ് മാറ്റിയിട്ട് ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടായി, പക്ഷേ വണ്ടി ആക്സിഡൻറ്റ് കൊടുക്കുമ്പോൾ വണ്ടി ഓഫായി പോകും. അതാണ് സിറ്റുവേഷൻ കേട്ടോ. അപ്പോൾ ഈ ജെറ്റ് നമ്മൾ ഓൾറെഡി മാറ്റി, ജെറ്റ് 60 രൂപ ഉള്ളൂ. ഞാൻ മാറ്റിയിട്ടിട്ട് വണ്ടി സ്റ്റാർട്ടായി തരുന്നു. എൻജിൻ സൗണ്ട് കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. എൻജിൻ ഹെഡിൻ്റെ ഭാഗം അഴിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ചിലവ് പ്രതീക്ഷിച്ച് വേണം അഴിക്കാനായിട്ട്. വണ്ടി പഴയ വണ്ടിയാണ്. അഴിക്കുന്ന സമയത്ത് ഒന്നുപോലെ വാൽവ് ഗൈഡ് കാര്യങ്ങളൊക്കെ കംപ്ലൈൻറ്റ് ഉണ്ടാവും. അത് നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും. അത് പ്രതീക്ഷിച്ച് തന്നെ നമ്മൾ അഴിക്കണം. പിന്നെ സിലിണ്ടറിൽ സ്ക്രാച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്നുപോലെ സിലിണ്ടർ മാറ്റേണ്ടി വരും. പിന്നെ പഴയ വണ്ടി ആയതുകൊണ്ട് ചിലപ്പോൾ ബോർ ചെയ്തിട്ടാലും മതി. അത്രയും ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രമാണ് വണ്ടി അഴിച്ചിട്ട് കാര്യമുള്ളൂ. പിന്നെ അത് റെഡി ആക്കിയാലും കാർബറേറ്ററിനകത്ത് ചോക്ക് വർക്കിംഗ് അല്ല. അപ്പോൾ ചോക്ക് മാത്രമായിട്ട് നമുക്ക് ഓൾറെഡി കിട്ടാറില്ല സാധാരണ, ചോക്കിൻ്റെ ആ യൂണിറ്റ് മാത്രമായിട്ട്. അപ്പോൾ കാർബറേറ്റർ അസംബ്ലി ഒരു കുറഞ്ഞ എന്തെങ്കിലും മേടിച്ച് വെച്ച് കഴിഞ്ഞാലാണ് വണ്ടി ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കേണ്ടെങ്കിൽ പറയാം, അത് അനുസരിച്ച് ഒരു എസ്റ്റിമേറ്റ് ചെയ്യാനിടാം. അങ്ങനെ ചെയ്താലാണ് വണ്ടി കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ. അറ്റ്ലീസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുനടക്കണമെങ്കിൽ തന്നെ അത്രയും വർക്കെങ്കിലും ചെയ്യണം. ഇതിപ്പോൾ നമ്മൾ കിക്കർ അടിച്ച് സ്റ്റാർട്ട്, കാലുകൊണ്ട് അടിക്കേണ്ട കിക്കറാണ് നമ്മളിപ്പോൾ ഈ കൈ കൊണ്ട് വെറുതെ ഫ്രീ ആയിട്ട് അടിക്കണേ. അത്രയ്ക്കും കംപ്രഷൻ ലീക്കാണ് അതിൻ്റെ ഉള്ളിൽ കേട്ടോ. അപ്പോൾ അത് റെഡി ആക്കാതെ വേറെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. കംപ്രഷൻ ഇല്ലെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ആവില്ല. ഓക്കെ.